ചിരിച്ചോടി. ഫായിന, മോളെ ഫായിന, ഇവിടെ വന്നിരുന്നേ. എന്താ എൻ്റെ കുട്ടി? എളാപ്പ, ഞാൻ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കേ. റൈഹൂനെ ഒന്ന് വിളിക്കേളാപ്പ. ഞാൻ എന്നിട്ട് എന്താ പറയേണ്ടത് ഓനോട്? റൈഹൂനോട് ആ ചെക്കനോടൊന്ന് സംസാരിക്കാൻ പറയും. ഓൻ്റെ നിലപാട് എന്താന്നറിയാലോ. എളാമ്മ കേക്കണ്ടേട്ടാ. ഞാൻ ഫോൺ എടുത്തോണ്ടിരട്ടേട്ടാ. ഹലോ ഹലോ, ഇത് ഞാനാടാ. കുറേ പ്രാവശ്യം ഇജി വിളിച്ചാ? എന്തേ കാര്യം? അതെ, ഓളോട് ഇഷ്ടാന്ന് പറഞ്ഞോ? ഓളെന്തേ കളവ് പറഞ്ഞത്രേ? എളാപ്പ, ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. ഓൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ടെന്ന് മാത്രം. അത് ശരി, അവളോട് അവൻ കല്യാണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാ? അത് ശരി, അതാണ് ഇപ്പോൾ അവള് കളവ് പറഞ്ഞത് അല്ലേ? അതെളാപ്പ, ഞാൻ ഓൻ്റെ മനസ്സിലത്തെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഓൻ എന്നെ നല്ല ഇഷ്ടമാണ്. ഫായിന, എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമോ? സോറി എളാപ്പ, ഞാൻ ഓരോ വീടൊക്കെ കണ്ടപ്പോൾ ഞാൻ അതും കൂടി കൂട്ടി അങ്ങോട്ട് പറഞ്ഞ്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ 100 സോറി വേണമെങ്കിൽ ഓനോട് പറയാം. പിന്നെ ഓനൊന്ന് കെട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ഫായിന, ഓൻ്റെ നേരം പോക്കിന് വേണ്ടി എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടാവും. അത് ഇജ് സീരിയസ് ആക്കി എടുത്തത് എന്തിനാണ്? തൻ്റെ അതിൽ നടന്നീന്ന് എൻ്റെ പിന്നാലെ ഓനെന്തിന് വന്ന്? ഞാൻ ഓനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. റൈഹു, ഇവള് പറയണതേ, ഇവള് ഓനോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണല്ലോ പറയണത്. ഓന് ഇവളെ പിന്നാലെ നടക്കുകയാണ് ചെയ്തതത്രേ. അത് ശരി, അതൊക്കെ ഓൻ സമ്മതിച്ചിരിക്കണില്ലേ? കല്യാണം കഴിക്കാനിപ്പോൾ ഓൻ എന്താ അത്ര വിഷമം? ഓൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലാന്നോ? ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അതും കൂടിയൊക്കെ ആലോചിക്കണ്ടേ? അതൊക്കെ ഓള് പറഞ്ഞ് ഓള് നല്ല കുട്ടിയാണ് എന്നൊക്കെ. ഏളാപ്പ, റൈഹുവിനോട് ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പറയും. എന്നാലേ ഇപ്പം